ഹലോ ഹായ് ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോ ആര്യയുടെ കല്യാണ ദിവസത്തെ മേക്കപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മൾ 5:30 മണിക്കാണ് കുട്ടിയോട് വരാൻ പറഞ്ഞത്. കറക്റ്റ് 5:30 മണിക്ക് തന്നെ ഞാൻ ഷോപ്പിലേക്ക് പോവുകയാണ്. വീട്ടിൽ കൊച്ചുങ്ങൾ രണ്ടുപേരും നല്ല ഉറക്കമായതുകൊണ്ട് ചേട്ടൻ എന്നെ കൊണ്ടാക്കിയിട്ട് തന്നെ പോവും. അപ്പോൾ നമ്മളെല്ലാവരും കറക്റ്റ് ഒരേ സമയത്ത് തന്നെയാണ് അവിടെ എത്തിയത്. അങ്ങനെ തന്നെ ഫസ്റ്റ് മുഖം ക്ലെൻസ് ചെയ്യുകയാണ്. അതിനുശേഷം മേക്കപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇനി ലെൻസ് വയ്ക്കുന്നതാണ്. ഫസ്റ്റ് ലെൻസാണ് ഞാൻ വെക്കാറ്. അപ്പോൾ ചിലർക്ക് ലെൻസൊക്കെ വയ്ക്കുമ്പോൾ ഇച്ചിരി കണ്ണിൽ എന്തോ കരട് പോയ പോലെയും ഒക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഇവൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ലെൻസ് വയ്ക്കുന്ന വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് മേക്കപ്പിലേക്കാണ്. അങ്ങനെ ഐ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഇനി ഫൗണ്ടേഷനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കല്യാണ പെണ്ണിൻ്റെ അമ്മയ്ക്ക് സാരി ഉടുക്കണം. പിന്നെ അവളുടെ വീട്ടിനടുത്തുള്ളൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്കും സാരി ഉടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ സമയത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവളെ മേക്കപ്പ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തിൽ മറ്റേ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ഒരാളവിടെ വെയിറ്റിംഗ് ആണ്, ഒരാൾ പിന്നെ സമയത്തേ വരുള്ളൂ. അങ്ങനെ മേക്കപ്പൊക്കെ ഏകദേശം മുഖത്തത് കഴിയാറായിട്ടുണ്ട്. ഇനി ഹെയർ സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ സ്പായൊക്കെ ചെയ്തെങ്കിലും ആളിൻ്റെ ഹെയർ നല്ല ഓയിലുള്ള ഹെയറാണ്. അതായത് സ്ഥിരം എണ്ണ ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് നമ്മൾ സ്പായൊക്കെ ചെയ്തിട്ടും ഹെയറിന് നല്ല വൃത്തിയായിട്ട് ഓയിൽ വരുന്നുണ്ടായിരുന്നു പുറത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി മുടി അങ്ങനെ ഭയങ്കര ഷൈനിങ് ആയിട്ടൊന്നും തോന്നിയില്ല. നല്ല പറന്നൊന്നും കിടന്നില്ല.
അങ്ങനെയൊക്കെ കൊണ്ടുമ്പോൾ നമുക്ക് ഒത്തുകൂടെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നമുക്ക് ഒത്തുകൂടെ എളുപ്പമാണ്. എന്ന് വിചാരിച്ച് മോശമായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ സെൻറ്റർ പാർട്ടീഷനാണ് എടുക്കുന്നത് ഹെയർ. അപ്പോൾ നമുക്ക് നെറ്റിച്ചുട്ടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതൊക്കെ ശരിയാവുന്നുണ്ട് ഞാൻ നോക്കിയിട്ട്. അങ്ങനെ ഇതാണ് ഹെയർ സ്റ്റൈൽ. അപ്പോൾ അവൾക്ക് ബാക്ക് ബൺ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ വാർമുടി വെക്കുകയാണ് ചെയ്തത്. ഇതാണ് അവരുടെ ഹെയർ സ്റ്റൈൽ. പിന്നെ ഞാൻ രണ്ടും ഒന്ന് നോക്കുകയാണ്, വെള്ള പൂവാണോ പുറത്ത് കാണുന്നത് നല്ലത്, അതേ തുളസിയാണോ പുറത്ത് കാണുന്നത് നല്ലതെന്ന് നോക്കി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ തുളസി കാണാത്തതാണ് ഭംഗിയെന്ന് തോന്നി. അതായത് വെള്ളപ്പൂ പുറത്ത് കാണുന്നതാണ് ഒത്തുകൂടെ മുഖത്തിന് നല്ല വെട്ടം തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അവർക്കും അത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ പിച്ചിപ്പൂ പുറത്ത് കാണുന്ന രീതിയിൽ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം മേക്കപ്പൊക്കെ കഴിയാറായിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. ജസ്റ്റ് ഒന്ന് കണ്ണിന് താഴെ ഒന്ന് ജെല്ല് ലൈനർ തേക്കണമായിരുന്നു. പിന്നെ ലിപ്പ് ലൈനർ, ലിപ്സ്റ്റിക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതാണ് ആളിൻ്റെ ഫൈനൽ ലുക്ക്. അതിനുശേഷം ഇനിയൊരു സാരി ട്രിപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് സാരി ട്രിപ്പിംഗ് മാത്രമല്ല ചെറിയൊരു സിമ്പിൾ മേക്കപ്പും ഉണ്ട്. അപ്പോൾ അതിനായിട്ട് രണ്ടുപേരവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. അങ്ങനെ കല്യാണക്കുട്ടിയുടെ മുടിയിൽ കുറച്ചുകൂടെ യൂപ്പിനൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. ഒരു പക്ഷേ വെയിറ്റ് കൊണ്ട് ഇളകി പോകണ്ടെന്ന് കരുതി ഒരു സേഫ്റ്റിക്ക് വേണ്ടി കുറച്ചുകൂടെ യൂപ്പിനൊക്കെ കുത്തിയിട്ടുണ്ട്. ഇതാണ് ആളിൻ്റെ ഫൈനൽ ലുക്ക്. സാരി പ്ലേറ്റ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഒരു 1-2 പിന്ന് ഞാനവിടെ കുത്തുന്നുണ്ട്. അത് ഒന്ന് മാറണ്ടെന്ന് വിചാരിച്ച് കുത്തിയതാണ്. അത് കുത്തിയില്ലെങ്കിലും പ്രശ്നമല്ല, അവിടെ ഇരുന്നോളും. പക്ഷേ ആൾ ശ്രദ്ധിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പിന്നവിടെ കുത്തി വയ്ക്കുന്നുണ്ട്. എനിക്ക് തലേ ദിവസമേ സാരി കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ ബോക്സ് പ്ലീറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് എനിക്ക് രാവിലെ എളുപ്പം സാരി ഉടുപ്പിക്കാൻ പറ്റി. പിന്നെ നല്ല ഒതുങ്ങുന്ന സാരിയായിരുന്നു. അപ്പം നമുക്ക് ബോക്സ് പ്ലീറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് സ്പോട്ടിൽ ഉടുപ്പിക്കാൻ പറ്റുന്ന സ്റ്റഫായിരുന്നു സാരി. അങ്ങനെ അടുത്ത ആൾ മേക്കപ്പിനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് ചെറിയൊരു മേക്കപ്പ്, ഒരുപാട് മേക്കപ്പ് ഒന്നുമില്ല, ചെറിയ ജസ്റ്റ് ഒരു മേക്കപ്പും ഒരു ഹെയർ സ്റ്റൈലുമാണ് ചെയ്യുന്നത്.
അപ്പോൾ അതിനുശേഷം സാരി നമ്മൾ ആദ്യമേ ഉടുത്തു. സാരി ഉടുത്ത വീഡിയോ ഞാൻ ഇടയ്ക്ക് ഇടുന്നതാണ്. ആദ്യം സാരിയാണ് ഉടുത്തത്, അതിനുശേഷമാണ് ഫേസ് മേക്കപ്പും ഹെയറും ചെയ്യുന്നത്. എല്ലാവരുടെയും മേക്കപ്പ് കഴിഞ്ഞു. ആ ചേച്ചിയുടെ മൂക്ക് ഐലൈനർ മാത്രം വരച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഇതാണ് ഒരാൾക്ക് സാരി ഉടുത്തതിൻ്റെ വീഡിയോ. ഇതാണ് മേക്കപ്പ് കഴിഞ്ഞുള്ള ലുക്ക്. അങ്ങനെ കല്യാണ പെണ്ണിൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. 9:30 മണിയായപ്പോൾ അവർ പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.